നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂറിൽ ഓരോ ഭാരതീയനും അഭിമാനിക്കാമെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓരോ ഭാരതീയനും ഭീകരത അവസാനിപ്പിക്കാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യം ഭീകരതയ്ക്ക് എതിരായി ഒന്നിച്ചു. ഭീകരതയെ തുടച്ചു നീക്കാൻ രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു. അതിർത്തി കടന്ന് നമ്മുടെ സൈനികർ ഭീകരവാദ കേന്ദ്രങ്ങൾ തകർത്തു. ഓപ്പറേഷൻ സിന്ദൂർ ആത്മവിശ്വാസത്തിനൊപ്പം ആവേശവും നൽകുന്നു. ഓപ്പറേഷൻ സിന്ദൂർ കേവലം സൈനിക ദൗത്യമല്ല, നമ്മുടെ ദൃഢനിശ്ചയത്തിന്റെയും ധൈര്യത്തിന്റെയും മാറുന്ന ഭാരതത്തിന്റെയും ചിത്രമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ സായുധ സേനയ്ക്ക് ആദരമർപ്പിക്കാൻ ആയിരക്കണക്കിന് ആളുകൾ തിരങ്ക യാത്രയിൽ ത്രിവർണ്ണ പതാകയേന്തി രംഗത്തെത്തിയെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ഒരു കാലത്ത് മാവോയിസം ഉണ്ടായിരുന്നിടത്ത് ഇന്ന് വികസനവും വിദ്യാഭ്യാസവും മുന്നേറുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യ മൻ കി ബാത്താണിത്. ഓപ്പറേഷൻ സിന്ദൂർ രാജ്യത്തെ ജനങ്ങളെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടെന്നും നിരവധി കുടുംബങ്ങൾ ഇത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ബീഹാറിലെ കത്തിഹാർ, യുപിയിലെ കുശിനഗർ, മറ്റു പല നഗരങ്ങളിലും ആ കാലയളവിൽ ജനിച്ച കുട്ടികൾക്ക് സിന്ദൂർ എന്ന പേര് നൽകിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ രാജ്യത്തെ ഓരോ കുടുംബങ്ങളിലും എത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. അഭിമാനാർഹമായ നിമിഷമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നക്സൽ ബാധിത മേഖലകളിൽ വികസനം എത്തിക്കാൻ നടപടി തുടങ്ങിയെന്നും പ്രധാനമന്ത്രി ആവർത്തിച്ചു. മാവോയിസ്റ്റ് ആക്രമണം മൂലം ബസ് ഗതാഗതം മുടങ്ങിയ മഹാരാഷ്ട്രയിലെ കഠേചാരി ഗ്രാമം ഇതിന് ഉദാഹരണമാണ്. നക്സൽ വിരുദ്ധ ഓപ്പറേഷനുകൾക്ക് ശേഷം ഇവിടേക്ക് ആദ്യത്തെ ബസ് സർവീസ് നടത്തി. മേഖലയിലെ ജനങ്ങളുടെ സമാധാനം ഉറപ്പുവരുത്തുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. അതേസമയം മെയ് 10 ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാനെതിരെ 4 തവണ വ്യോമാക്രമണങ്ങൾ നടത്തിയെന്ന റിപ്പോർട്ട് പുറത്തുവന്നു. സ്കാൽപ് മിസൈലും ബ്രഹ്മോസ് മിസൈലും ഒരുമിച്ചായിരുന്നു ഇന്ത്യ പ്രയോഗിച്ചതെന്നും ഒരു ലക്ഷ്യസ്ഥാനവും ഇന്ത്യക്ക് തെറ്റിയില്ലെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മെയ് 10 ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന് മറുപടിയായി പാകിസ്ഥാൻ നടത്തിയ ഓപ്പറേഷന് 8 മണിക്കൂർ മാത്രമാണ് നീണ്ടുനിന്നതെന്നും ഇന്ത്യ നടത്തിയ 4 വ്യോമാക്രമണങ്ങളിൽ ശത്രുവിന്റെ വ്യോമത്താവളങ്ങളും വ്യോമസേനാ കേന്ദ്രങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും തകർക്കപ്പെട്ടെന്നും US വെടിനിർത്തൽ ഇടപെടാൻ പാകിസ്ഥാൻ ഇതിനുശേഷം ആവശ്യപ്പെടുകയായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ആദ്യ ആക്രമണത്തിൽ തന്നെ ചകാലാലയിലെ നൂർഖാൻ വ്യോമത്താവളത്തിലെ വടക്കൻ വ്യോമ കമാൻഡ് കൺട്രോൾ ശൃംഖലയാണ് തകർക്കപ്പെട്ടത്. അവസാന ആക്രമണം നടന്നത് ജക്കബാദ്, ബുളാഡി വ്യോമത്താവളങ്ങളിലാണ്. അപ്പോഴേക്കും പാകിസ്ഥാൻ വെടിനിർത്തലിനായി US ഇടപെടൽ തേടുകയായിരുന്നു. അതേസമയം മെയ് 10 പുലർച്ചെ 1 മണിക്ക് ആരംഭിച്ച പാകിസ്ഥാന്റെ ബുനിയാനു മർസൂസ് ഓപ്പറേഷൻ രാവിലെ 9:30 വരെ മാത്രമേ നീണ്ടു നിന്നുള്ളൂവെന്നും ഇതിനിടെ ഇന്ത്യ വിവിധതരം A2 മിസൈലുകൾ പ്രയോഗിച്ച് പ്രത്യാക്രമണം ശക്തമാക്കിയെന്നുമുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. എന്തായാലും ഓപ്പറേഷൻ സിന്ദൂർ വലിയ വിജയമാണെന്നാണ് മനസ്സിലാവുന്നത്. പാകിസ്ഥാൻ ഒരു അടി പോലും ഇന്ത്യക്ക് നേരെ തിരിച്ചടിക്കാൻ സാധിച്ചില്ലെന്നും ഇത്തരം റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാവുകയാണ്. മൻ കി ബാത്തിലടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിഷയങ്ങൾ ആവർത്തിച്ചു. ഏതായാലും രാജ്യം ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടായി നിന്നെന്നും തീവ്രവാദത്തിനെതിരായി ഇന്ത്യ ഒറ്റക്കെട്ടായി നിന്നു എന്ന് മാത്രമല്ല, പാകിസ്ഥാന്റെ തീവ്രവാദ മുഖം അത് ലോകത്തോട് വിളിച്ചു പറയുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട്.